ആഷിറേ, എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? കളിപ്പിക്കട്ടാ, ഒന്നും ചെയ്യില്ല, പാവ. അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്ത് വരണം. കാര്യം നമ്മൾ ഈ വർഷം ഇറങ്ങാൻ പോവേ. വാഴ 2 എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് വാഴ 2 എന്ന് പറയുന്ന സിനിമയെ പറ്റിയല്ല. കണ്ടിട്ടില്ലാത്തവരെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ആ ഒരു വാഴ 2 എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമാ ലോകത്തേക്ക് വന്ന കുറച്ച് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഞാൻ എടുത്തവർക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും അവരെപ്പറ്റി കുറച്ച് വാക്കുകൾ പറയണമെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഒരു കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്ററായി സിനിമയിലേക്ക് വരാൻ പോകുന്ന ഒരുപാട് ആളുകൾക്ക് അവരൊരു ഇൻസ്പിറേഷനാണ്. ഹാഷിർ ആൻഡ് ടീം, അമീൻ ആൻഡ് ടീം, പിന്നെ യുറേക്ക മീഡിയയിലെ ദേവരാജ് ആൻഡ് യുറേക്ക മീഡിയയിലെ ആ ടീം, ഇവരൊക്കെ സക്സസ്ഫുള്ളി സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു മോട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമ തന്നെയായിരുന്നു. അതവർ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കറക്റ്റായ രീതിയിൽ കഴിവും നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്താണ് അവരിവിടെ എല്ലാം വന്നിരിക്കുന്നത്. സോ അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. എപ്പോഴും ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന ആളുകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആവുക. അല്ലെങ്കിൽ നാളെ ഒരാൾ പറയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമയിലേക്ക് വന്നതാണ്, ഇവരെ പോലെയുള്ള ആളുകൾ കാരണമാണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചെയ്തത് കാരണം മറ്റൊരു എൻ്റയർ ജനറേഷന് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ആ ഒരു വഴി മറ്റുള്ള ഒരു 100ഓളം ആളുകൾക്ക്, അറ്റ്ലീസ്റ്റ് 100 പേർക്കെങ്കിലും അതൊരു പുതിയൊരു വഴിയായിട്ട്, അതല്ലെങ്കിൽ പുതിയൊരു കാര്യമായിട്ട് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. സോഷ്യൽ മീഡിയയെ പറ്റി ആദ്യം പറയണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ പറയുന്ന പോലെ ഭയങ്കരമായ നെഗറ്റീവ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡുമുള്ള ഒരു സ്ഥലം തന്നെയാണ്. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നമുക്ക് നല്ലതാണ്, ഇത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റുകളുണ്ട്. അത് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടല്ല, അത് യൂസ് ചെയ്യുന്ന ആളുകൾ അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ജോലിയാണോ, അല്ലെങ്കിൽ റീലിട്ട് നടക്കുക, അല്ലെങ്കിൽ റീലെടുത്ത് നടക്കുന്ന ഒരു ജോലിയാണോ എന്ന് ഇപ്പോൾ കുറച്ച് പേർ, ഇവരൊക്കെ വന്നതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയല്ല. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു പാതയാണ് ഈ റീൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്തും ഇപ്പോഴും അങ്ങനെ കംപ്ലീറ്റ്ലി ആളുകൾ അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ജോബാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. ഡെഫിനറ്റ്ലി കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഹാഷിർ ആൻഡ് ടീം അല്ലെങ്കിൽ അമീൻ ആൻഡ് ടീം അല്ലെങ്കിൽ ഈ എൻ്റെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഞാൻ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വാഴയിലൂടെ നമുക്ക് സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടിയ ആളുകളെ പറ്റിയാണ്. അവർക്കെല്ലാം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവരെൻ്റെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ആളുകളും കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ സോ കോൾഡ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ പറ്റി ചെയ്യുന്നുണ്ട്. അതെന്താണ് ഞാൻ ഡീറ്റെയിലി പറയാം എന്താണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നതെന്നും. അതായത് മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, ട്രെൻഡ് മാത്രം ചെയ്യുന്നവരുണ്ട്, എന്ത് കിട്ടിയാലും അത് കണ്ടൻറ് ആക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ പോലും ഇവരെ സംബന്ധിച്ച് ഇവർ വ്യത്യസ്തരാകുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ ഇവരുടെ കണ്ടൻറ്റുകൾ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ കാണുന്നതിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള കണ്ടൻറ്റുകൾ ഇവർ കൊണ്ടുവരുന്നു. നമുക്ക് ഇപ്പം ഹാഷിർ ആൻഡ് ടീം ചെയ്തിരിക്കുന്ന ഇപ്പോൾ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവരെപ്പോൾ എഴുതുന്ന സമയത്ത് ഇത് വൈറലാകുമെന്നും പറഞ്ഞ് എഴുതിയൊരു കണ്ടൻറ് ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല. നമ്മൾ ഏറ്റെടുത്തിട്ടാണ് അതൊരു വലിയൊരു വൈറലാകുന്നതും ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും. എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 1 മില്യൺ, ഇത് 2 മില്യൺ, ഇത് 100 മില്യൺ എന്നൊരു പ്ലാനിൽ ഒരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാളും ചെയ്യുന്നുമില്ല, അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ വലിയ പ്ലാനിങ്ങോടുകൂടി വന്നാലും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല നല്ല കണ്ടൻറ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
അതിനകത്ത് ഈ പറയുന്ന 3 ടീമുകൾ ഇപ്പം ഞാൻ വാഴയിലൂടെ വരുന്ന 3 അല്ല 4 ടീമുണ്ട്. ആ പയ്യൻ്റെ പേര് ഞാൻ മറന്നു, നമ്മുടെ ഹാഷിറിൻ്റെ അയ്യോ ആ പയ്യൻ്റെ ഞാൻ പേര് പറഞ്ഞു. അവരുടെയൊക്കെ കണ്ടൻറ്റുകൾക്കെല്ലാം ആക്ച്വലി ഒരു ചെറിയ സ്ക്രീനിൽ, ഒരു വെർട്ടിക്കൽ സ്ക്രീനിൽ ഒരു കുഞ്ഞു കുഞ്ഞ് സിനിമകൾ തന്നെയാണ് നമുക്കെല്ലാം തന്നുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ഹാഷിറിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായ നമുക്ക് ഒരു ഡയലോഗ് കൊണ്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നതല്ല. ചില സമയത്ത് പുള്ളിക്കാരൻ കൊടുക്കുന്ന ഹാഷിർ കൊടുക്കുന്ന കുറച്ച് എന്താ പറയുക മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ചില സമയത്ത് സൈലൻസിനാണ് പുള്ളി ചില സൈലൻസുകൾ നമ്മളെ ചിരിപ്പിക്കും. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ നമ്മൾ ഓർത്തിരിക്കുന്ന വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്നാൽ പോലും അവർ നമുക്ക് തന്ന കണ്ടൻറ്റിനെല്ലാം ഒരു റിഫ്രഷിങ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന പല ആളുകളും മറ്റുള്ളവരെ ഇപ്പം ഹിന്ദി റീലുകളെടുത്ത് മലയാളത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഈവൻ മലയാളികൾ തന്നെ ചെയ്യുന്നത് തന്നെ എടുത്തിട്ട് പിന്നെയും വേറെ ആൾ ചെയ്യുന്ന ഇതുണ്ട്. ഞാൻ ഒരിക്കലും അവരെയൊന്നും കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അതിൽ തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവരെയൊന്നും കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒരു കണ്ടൻറ് ചെയ്യുന്നത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഒരുപാട് ആളുകളുണ്ട്, ഇത് ഹിന്ദിക്കാർ ചെയ്യുന്നത്, ഇംഗ്ലീഷുകാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം നമ്മുടെ ആളുകൾ തന്നെ ചെയ്യുന്നത് റീക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരാടെ നിന്നായിരിക്കും ഇവർ കണ്ടൻറ് എടുക്കുന്നത്. എ എന്ന് പറയുന്ന ആളൊരു ആവറേജ് രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന സാധനത്തിനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ബി എന്ന് പറയുന്ന സോ കോൾ കണ്ടൻറ് ക്രിയേറ്റർ ഇൻസ്പയർ എന്ന് പറയും, പക്ഷേ കോപ്പി അടിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പലരും പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് ഈ പറയുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് അവരുടെ രീതിയിൽ മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു ശരിയായ കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഹാഷിർ ആൻഡ് ഈ പറയുന്ന അമീൻ്റെയൊക്കെ ടീമുകൾ, അമീൻ ഹാഷിർ എന്ന് ഞാൻ മാത്രം പറയുന്നുണ്ടെങ്കിലും ഹാഷിറിൻ്റെ ടീമിലുള്ള അജൻ ആയിക്കോട്ടെ, വിനായക ആയിക്കോട്ടെ, അവരെല്ലാം, അമീൻ്റെ ടീമിലുള്ള നിബ്രാസ് ആയിക്കോട്ടെ, നിഹാലായിക്കോട്ടെ, ഇവരെല്ലാ ആൾക്കാരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്നുള്ള, ഇങ്ങനെ പേര് റിപ്പീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാം ചെയ്യുന്ന കണ്ടൻറ്റുകൾ അവർ സ്വന്തമായിട്ട് കണ്ടെത്തി അതിനകത്തൊരു കോമഡി ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന സിനിമയും പണ്ട് ഒരു യൂത്ത് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ഈ പറയുന്ന നാടകങ്ങളോ അല്ലെങ്കിൽ ആർട്ട് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു ഫോമാറ്റ് പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടായിരുന്നു. ഇന്ന് ഈ പറയുന്ന സാധനം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ ആ ഒരു ടൂൾ കറക്റ്റ്ലി യൂസ് ചെയ്തിട്ടാണ് ഇവരെല്ലാം സിനിമയിലേക്ക് എത്തുന്നതും അത് വിജയിച്ചു. എസ്പെഷ്യലി വാഴ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക അപ്രിസിയേഷനിൽ അതൊരു ഇനീഷ്യലി വരുന്ന, ഇപ്പം കഥ നല്ലതാണ്, എല്ലാവർക്കും കണക്റ്റ് ആകുന്ന കഥയാണ്, അതുകൊണ്ടാണ് അത് വിജയിച്ചത്. വിപിൻ ദാസ് എന്ന് പറയുന്ന റൈറ്ററും ഷബിൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല. അവരില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നതുമല്ല. എന്നാൽ പോലും ഇതിന് കിട്ടിയിരിക്കുന്ന ഒരു ഫസ്റ്റ് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഹാഷിർ ആൻഡ് ടീമിൻ്റെ അവർ ഡെബ്യൂ ചെയ്യുന്ന ഒരു സിനിമയാണെന്ന രീതിയിലാണ്. സോ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന ടീമുകൾ, ഇപ്പം നല്ല റീലുകളൊക്കെ എടുത്ത് സമയം കളഞ്ഞുകൊണ്ടിരുന്ന ടീമുകൾ എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്ന, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ പോലും പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, അങ്ങനെ വീഡിയോ എടുപ്പെന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ, ഞാൻ എപ്പോഴും പറയുന്നു കണ്ടൻറ് ക്രിയേഷൻ, ഇവർ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന ആളുകളെ അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. അതൊരു കരിയർ ഓപ്ഷനാണെന്നും ഇതിന് ഒരു പ്രോപ്പർലി ഒരു ഇൻകം വരുന്നുണ്ടെന്നും, അത് നമ്മളത് ബാലൻസ് ചെയ്ത് എങ്ങനെയാണോ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ചിന്തിക്കേണ്ടത്, എങ്ങനെ ഇതിനെ നമ്മൾ വീഡിയോ ജസ്റ്റ് ചുമ്മാ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നല്ലാതെ ഇതിനകത്തൊരു ബിസിനസ് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് കറക്റ്റ്ലി പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അങ്ങനെയുള്ള ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരിത് ചെയ്തതുകൊണ്ട് നാളെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും ഈ ഒരു സാധനം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. നമ്മളിപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ ഒരുപാട് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുക്രു ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ സോഡ്ജ്, കണിമംഗലം കോവലം എന്ന ആ സിനിമയിൽ വന്ന ഒരുപാട് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയ നമ്മുടെ ആഘോഷം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മോനു, അവരൊക്കെ ഒരുപാട് ആളുകൾ ഓൾറെഡി സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇവരെ ഏറ്റെടുത്ത പോലെ എല്ലാവരെയും ഏറ്റെടുത്തിട്ടില്ല. എല്ലാ ആൾക്കാരും, ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ആൾക്കാർക്കും സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമൊക്കെയാണ്. എന്നാൽ പോലെ എല്ലാവരും സിനിമയ്ക്ക് പറ്റിയ ആളുകളായിരിക്കണമെന്നില്ല. നമുക്ക് ഒരു 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 നല്ലൊരു ടീമിൻ്റെ അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ടീമിലേക്ക് അവരെത്തണം. എപ്പോഴും അങ്ങനെ ഉണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഫെയിം കിട്ടുക എന്നുള്ളൊരു ആഗ്രഹമാണ്. എന്നാൽ പക്ഷേ അത് എല്ലാ ആൾക്കാർക്കും പറ്റിയ സ്ഥലവുമല്ല. ഇനി വരാൻ പോകും നമ്മുടെ
ആശകളായിരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അഖിൽ അണ്ണാടി അദ്ദേഹം ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നുണ്ട്. സോ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനത്തെ കുറച്ച് ആളുകളൂടെ നിൽപ്പുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. എന്തും കണ്ടൻ്റ് ആക്കുന്ന എല്ലാം ഇപ്പോൾ കണ്ടൻ്റാണ്. എവറിത്തിങ് ഈസ് എ കണ്ടൻറ് എന്ന് പറയുന്ന ഒരു സമയത്ത് നമുക്കൊരു പ്രോപ്പർ ലക്ഷ്യമുണ്ട്, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനറ്റ്ലി അതിനൊരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും എന്നുള്ളതിന് ഭയങ്കര ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് ഹാഷിർ ആൻഡ് ടീം. അത് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം. ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നെഗറ്റീവ് പറയുകയാണെങ്കിൽ കണ്ടില്ലേ ഇവർ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ, ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആകണമെന്ന് താല്പര്യമുള്ള ആളുകളായിരിക്കും. സോ അവരൊക്കെ, ഇപ്പോൾ ഞാനും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അത് ഈ അവസരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്പേസ് എടുക്കുന്നതിന് പകരം നമ്മുടേതായ രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്താണോ റീസെൻ്റ്ലി 2 വർഷം മുമ്പ് ഹാഷിർ പറഞ്ഞ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഹാഷിറിൻ്റെ ഉമ്മയോട് സംസാരിക്കുക, ഞാനെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമയം കളയുന്ന അങ്ങനെ എന്തോ ഉമ്മ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ട ഒരു കാര്യം ചെയ്യണം. പക്ഷെ അന്ന് ആ റീല് കണ്ടിട്ടുള്ളവരോ പിന്നെ എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുള്ള വളരെ കുറച്ച് പെർസെൻറ്റേജ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ആ റീല്, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ റീല് കാണുമ്പോൾ അറിയാം എന്താണ് അവർ അച്ചീവ് ചെയ്തെന്നുള്ളത്. ആ രണ്ടേറെ ടീം, വാഴ 2-ലുള്ള ടീമുകൾ മാത്രമല്ല, നല്ലതായി കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് ഒരു സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അവരുടേതായ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളരുന്ന എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വാഴ 2, ഞാൻ ആക്ച്വലി വാഴ 2വിൻ്റെ റിവ്യൂ ഞാനങ്ങനെ റിവ്യൂ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളായിരുന്നു. പക്ഷെ എന്നാൽ ഇവരെ പറ്റി ഒന്ന് സംസാരിക്കണം, ഒരു ബെറ്റർ സമയത്ത് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതാണ് അത് കറക്റ്റ് സമയം വന്നത് ഇപ്പോഴാണ് എന്നെനിക്ക് തോന്നി. എൻ്റെ വാഴ 2 ടീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാഷിർ, അമീൻ ആൻഡ് എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കഴിവ് കൊണ്ടും അതിനുവേണ്ടി നിങ്ങളിടുന്ന എഫേർട്ടിനും ഡെഫിനറ്റ്ലി ഒരു സ്പേസ് ഉണ്ടാകും. നിങ്ങളുടെ ഒരു സ്പേസ് ഡെഫിനറ്റ്ലി വരും. അത് നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക. സോ ഇപ്പോൾ ഓൾറെഡി സക്സസ് ആയിരിക്കുന്ന എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. ആൻഡ് എൻ്റെ ഹാഷിർ ആൻഡ് ടീം ആൻഡ് അമീൻ ആൻഡ് ടീം ആൻഡ് യുറൈക്ക മീഡിയ, ദേവരാജ്, അദ്ദേഹമൊക്കെ വേറെ ലെവലാണ് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ സിനിമയെപ്പറ്റി ഞാൻ അധികം സംസാരിക്കാത്തത് ആ സിനിമയെപ്പറ്റി അല്ല എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത്, ഈ നമ്മുടെ ടീമുകളെ പറ്റിയാണ്. സോ നിങ്ങൾ ഒരു കുറേ ആളുകൾക്ക് ഒരു ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷനാണ്. വൺസ് അഗെയിൻ ഹാറ്റ്സ് ഓഫ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കണ്ടൻറ് ക്രിയേറ്റർ. ഓക്കെ, ബൈ.